സ്വർണവില കുതിച്ചുയരുന്നതോടെ ബാങ്ക് ലോക്കറുകൾ നിറഞ്ഞു. സ്വർണ വായ്പകളിൽ 125% കുതിപ്പ്. സ്വർണവില കുത്തനെ ഉയർന്നതോടെ ബാങ്കുകളിൽ ലോക്കറുകൾ കിട്ടാനില്ല. വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതിലെ സുരക്ഷാ ആശങ്കകൾ മുൻകൂട്ടി കണ്ടാണ് കൂടുതൽ സ്വർണം കയ്യിലുള്ളവർ ബാങ്കുകളിലേക്ക് ഓടുന്നത്. ലോക്കറുകൾ നിറഞ്ഞതോടെ ഉപഭോക്താക്കൾക്ക് പുതിയവ അനുവദിക്കാനാകാത്ത അവസ്ഥയിലാണ് ഭൂരിഭാഗം പൊതുമേഖല, സ്വകാര്യ, സഹകരണ ബാങ്കുകളും. കൂടാതെ രാജ്യത്ത് സ്വർണ്ണപ്പണയ വായ്പകളിൽ വൻ വർധന. 2025-ൽ 125.03% സ്വർണ്ണ വായ്പകളിൽ വർധനയെന്ന് കണക്ക്. എന്നാൽ കേന്ദ്ര സർക്കാർ വ്യാഴാഴ്ച പാർലമെന്റിൽ വെച്ച 2025-26 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ഭക്ഷ്യതര വിഭാഗത്തിലെ വായ്പകളിൽ വ്യക്തിഗത വായ്പകൾ 12.8% വളർച്ച നേടിയിട്ടുണ്ട്. ഈ വിഭാഗത്തിലെ വളർച്ചയ്ക്ക് പ്രധാന കാരണം സ്വർണ്ണപ്പണയ വായ്പകളാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗ്രാമീണ മേഖലയിലെ ലോക്കറുകൾ മാത്രമാണ് മിക്ക ബാങ്കുകളിലും ഒഴിവുള്ളത്. കോഴിക്കോട് മേഖലയിലെ SBI, പഞ്ചാബ് നാഷണൽ, യൂണിയൻ, കാനറ തുടങ്ങിയ ബാങ്കുകളെല്ലാം ലോക്കറുകൾ നിറഞ്ഞെന്ന് കോഴിക്കോട് ജില്ലാ ലീഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന സഹകരണ ബാങ്കായ കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്കിന് കീഴിലെ 26 ബ്രാഞ്ചിൽ ഒരിടത്ത് മാത്രമാണ് ലോക്കർ ഒഴിവുള്ളത്. ആവശ്യക്കാരേറിയതോടെ പുതിയ ശാഖകൾ തുറക്കുമ്പോൾ ലോക്കർ സംവിധാനത്തിനാണ് മിക്ക ബാങ്കുകളും കൂടുതൽ ഇടം നൽകുന്നത്. സ്വർണ്ണപ്പണയത്തിന് എത്തുന്നവരുടെ എണ്ണവും കൂടി. ലോക്കറുകൾക്ക് പല നിരക്കുകളാണ് ബാങ്കുകൾ വാടകയായി ഈടാക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പവന് 77,640 രൂപ ഉണ്ടായിരുന്നിടത്ത് 1,24,080 രൂപയിലെത്തിയിരിക്കുകയാണ്. 46,440 രൂപയുടെ വർധന. 10 പവൻ കയ്യിലുള്ളവരുടെ സ്വർണത്തിന്റെ മൂല്യത്തിൽ മാത്രം 4.5 ലക്ഷം രൂപയുടെ വർധനയുണ്ട്. ലോക്കറിന് വാടക നൽകേണ്ടത് ഓർത്ത് മുൻപ് വീടുകളിൽ സ്വർണം സൂക്ഷിച്ചവരെല്ലാം ഇപ്പോൾ ബാങ്കുകൾ തേടിയെത്തുകയാണ്. ആവശ്യക്കാർ കൂടിയതോടെ ഉപഭോക്താക്കൾക്ക് പുതിയ ലോക്കർ നൽകാനാകാത്ത സ്ഥിതിയിലാണ് മിക്ക ബാങ്കുകളും. കൂടാതെ വീടുകൾക്ക് സ്മാർട്ട് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതും കൂടുന്നുണ്ട്. 6 മാസം മുൻപ് വിൽപ്പന കുറവായിരുന്ന വാതിലുകൾ സ്ഥാപിച്ചിരുന്ന സ്മാർട്ട് ലോക്കറുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്.